الكتاب وللشراح والقراء ولجميع المصنفين الصالحين وانفعنا بهم وبعلومهم في الدارين. رب يسر ولا تعسر، رب تمم بالخير. الفصل الثاني في أسرار الصوم وشروطه الباطنة. ഇന്നലെ നമ്മൾ നോമ്പിന്റെ ബാഹ്യമായ ബാഹിറത്തായ വാജിബാത്ത്, ശുറൂത്ത്, അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. പരിശുദ്ധ റമദാൻ മാസം പ്രവേശിക്കുന്നു. റമദാനിന്റെ മാസം ചൈതന്യത്തെക്കുറിച്ച് ശുറൂത്തുഹിൽ ബാത്തിനെത്തി, അതിൻ്റെ ബാത്തിനായ ഗോപ്യമായിട്ടുള്ള മറഞ്ഞു കിടക്കുന്ന നിബന്ധനകളെ കുറിച്ചുമാണ് പറയുന്നത്. ഏഴം അന്ന സോമ സലാസു ദറജാത്തി, വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ്. സാധാരണക്കാരുടെ നോമ്പ് എന്ന് വിശേഷിപ്പിക്കാവുന്ന നോമ്പ് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരുടേത് കൂടി പോകും. പക്ഷെ എന്നും സാധാരണക്കാരുടേതായിരിക്കുക എന്നുള്ളത് ശരിയല്ല. ഹുസൂസിലേക്കും ഹുസൂസിലേക്കും ഒക്കെ ഏറ്റവും ചുരുങ്ങിയത് ഹുസൂസിലേക്കെങ്കിലും, സോമുൽ ഹുസൂസിലേക്കെങ്കിലും, അതായത് വിശേഷപ്പെട്ട പ്രത്യേകത ഉള്ള ആളുകളുടെ അല്ലെങ്കിൽ പ്രത്യേക ഗുണങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള നോമ്പ്, തരം നോമ്പ് എന്നാണ് സോമുൽ ഹുസൂസ്. അപ്പൊ സോമുൽ ഉളൂമിൽ നിന്ന് സോമുൽ ഹുസൂസിലേക്ക് വേണ്ടിയാണ് ഇപ്പൊ നമ്മള് ഇഹ്യാ ഉലൂമുദ്ദീൻ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉപദേശങ്ങള്, അവിടുത്തെ ദർസ്, അവിടുത്തെ കിതാബ്, അവിടുത്തെ ഇൽമ് നമ്മൾ നോക്കുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ സോമുൽ ഹുസൂസി സോമു ഹുസൂസിൽ ഹുസൂസീന, അത് പ്രത്യേകക്കാരുടെ കൂട്ടത്തിലെ പ്രത്യേകക്കാർ എന്നാണ്. ചർച്ചയിൽ ഇങ്ങനെ വരുന്നുണ്ട്. അമ്പിയാക്കള്, സുദ്ദീഖീങ്ങള് അടക്കമുള്ള ആ ദർജയിലുള്ള ആളുകൾക്ക് സാധ്യമായിട്ടുള്ള സംഗതിയാണെന്ന് പറയുന്നത്. ഏതായാലും അപ്പൊ ഈ 3 ദർജകളുണ്ട്, പദവികളുണ്ട് നോമ്പ്. നമ്മളിപ്പോ നോമ്പ് എന്ന് പറയുമ്പോ റമദാനിലെ നോമ്പ്, അതായത് റമദാൻ 1 മുതൽ അവസാനം വരെ, അത് 29-ഓ 30-ഓ വരെ പകൽ സമയം അള്ളാഹുവിന് വേണ്ടി നോമ്പെടുക്കുക. രാത്രിയോടുകൂടെ രാത്രിയിൽ നിയ്യത്ത് ചെയ്ത് സുബ്ഹി മുതൽ ഫജ്ർ മുതൽ മഗ്രിബ് വരെയുള്ള സമയം നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കുകയും, അങ്ങനെ ഇതൊരു നോമ്പാണ്, അല്ലാഹു തആല ഫർളാക്കിയിട്ടുള്ള, കൽപ്പിച്ചിട്ടുള്ള, നമുക്ക് ഫർളാക്കി തന്നിട്ടുള്ള ഒരു നോമ്പാണ് എന്ന തരത്തിലുള്ള ഒരു അച്ചടക്കത്തോടു കൂടി നോമ്പെടുക്കുക എന്നുള്ളതാണ്. അതാണ് ഒരു സാധാരണക്കാരന്റെ സൗമുൽ ഉളൂമ് എന്ന് പറയും. അമ്മാ സൗമുൽ ഉളൂമി ഫഹുവ കഫുൽ ബത്നി വൽ ഫർജി അൻ ഖളാഇ ശഹവതി, ബത്നിനെയും ഫർജിനെയും ലിംഗത്തെയും അതേപോലെ ഇത് രണ്ടിന്റെയും ശഹവത്താണ് അതിന് മുഖം തിരിഞ്ഞിരിക്കുകയാണ്, പുറം തിരിഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ വയറിന്റെ ശഹവത്തുകൾക്ക് പകൽ സമയത്ത് നമ്മൾ അതിനോട് പൂർണ്ണമായിട്ടും
വിരക്തി നടക്കുന്നു എന്നതാണ്. അതേപോലെ മനുഷ്യന്റെ ലൈംഗികമായ ആഗ്രഹങ്ങളുടെ ഭാഗമായിട്ട് അവൻ അതിന്റെ പരിഹാരക്രിയ അതും പകൽ സമയത്ത്, നോമ്പിന്റെ പകൽ സമയത്ത് അതിൽ നിന്നും പൂർണ്ണമായിട്ടും വിട്ടു നിൽക്കുക. ഇത് നോമ്പിൽ നിന്ന് വീണ്ടും അതിന്റെ വളരെ സവിശേഷതയുള്ള നോമ്പ്, അതിപ്പോ സൗമുൽ ഖൽബി, ഹൃദയത്തിന് കൂടി യഥാർത്ഥത്തിൽ അടക്കം നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നാണ്. ചിന്തകൾക്ക് കൂടി, നമ്മുടെ തോന്നലുകൾക്ക് കൂടി, മനസ്സിന്റെ ആഗ്രഹങ്ങൾക്ക് കൂടി. ഇപ്പൊ നാവുകൊണ്ട് സംസാരിക്കാൻ, ഒരാളെ ഒരു തെറ്റായ ഒരു നുണ പറയാൻ ആഗ്രഹിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു പരിഹസിക്കുക, ഇതൊക്കെ പലപ്പോഴും ആസ്വദിക്കുന്ന ഒരു കാലമാണ്. അപ്പൊ അതിന് നാവിനെ നിയന്ത്രിക്കാൻ ദുന്യവിയായിട്ടുള്ള ആലോചനകൾ, ഇതിൽ നിന്ന് അടക്കം യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിന് അടക്കം കൊടുക്കുക, ഹൃദയം അടക്കം പാലിക്കുക. മാത്രമല്ല പിന്നെ അതിനെ തടയുക, ഹൃദയത്തെ തടയുക. അമ്മാ സിവല്ലാഹി തആല, അല്ലാഹു എന്ന ഒരു ചിന്തയിൽ നിന്നല്ലാതെ, അള്ളാഹുവിന്റെ ദിക്റല്ലാത്തതായ ഒന്നും യഥാർത്ഥത്തിൽ മനസ്സിൽ വരാതെ മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഈ നോമ്പ് ഇതൊരു വല്ലാത്ത നോമ്പാണ്. ഈ നോമ്പ് മുറിഞ്ഞു പോകും. ശ്രദ്ധിക്കണം, ഇതിപ്പോ ഒരു നോമ്പാണ്. ഈ നോമ്പ് മുറിഞ്ഞു പോകും. സൗമുൽ ഖുസൂസ് എന്ന് പറയുമ്പോ പ്രത്യേകക്കാരുടെ നോമ്പാണ്. അതായത് അവയവങ്ങളെ കൂടി നോമ്പിൽ ഭാഗവാക്കാകുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അവയവങ്ങളെ കൂടി നോമ്പിൽ ഭാഗവാക്കാകുന്ന നോമ്പ് എന്ന് പറയുന്ന സൗമുൽ ഖുസൂസ് എന്ന് പറയുന്ന നോമ്പ്, ഒരാൾ ഗീബത്ത് പറഞ്ഞാൽ ആ നോമ്പ് ഒഴിവായി, നുണ പറഞ്ഞാൽ ആ നോമ്പ് മുറിഞ്ഞുപോയി. എന്നാൽ ഖുസൂസുൽ ഖുസൂസിന്റെ നോമ്പ് എന്ന് പറഞ്ഞാല് അത് ഒരാളുടെ കൽബിൽ അള്ളാഹുവിന്റെ ദിക്റല്ലാത്ത മറ്റൊന്നും കൽബിലേക്ക് വരാതിരിക്കുക എന്നതാണ്. ആ നോമ്പ് ആണ് യഥാർത്ഥ നോമ്പ് എന്ന് പറഞ്ഞിട്ട് അത്തരക്കാരുടെ നോമ്പ് എപ്പോഴാണ് മുറിഞ്ഞു പോകുക എന്നറിയുന്നത്? അസീസും ജലീലുമായ അള്ളാഹുവിനെ കുറിച്ചുള്ളതല്ലാത്ത ഏത് ചിന്ത കൽബിലേക്ക് വന്നാലും ആ നോമ്പ് മുറിഞ്ഞു പോയി. അല്ലാത്തൊരു നോമ്പാണ്. പരലോകവുമായി ബന്ധപ്പെട്ടതല്ലാത്ത ഏത് ചിന്തയും കൽബിലേക്ക് വന്നാൽ ആ നോമ്പ് മുറിഞ്ഞുപോയി. ദുനിയാവിന്റെ വിഷയത്തിൽ ഈ ഐഹികമായ ലോകത്തെ കുറിച്ചുള്ള ആലോചനകൾ കൽബിലേക്ക് വന്നാലും ആ നോമ്പ് മുറിഞ്ഞുപോയി. ഇല്ലാ ദുന്യൻ തുറാദുദ്ദീനി, ദീനിന് വേണ്ടി ഉള്ള ദുനിയാവല്ലാതെ. അങ്ങനെ ഉണ്ടാവും. അപ്പൊ ദീനിന് വേണ്ടി ചിലപ്പോ ദുനിയാവ് വേണ്ടി വരുന്നു. നമ്മുടെ ദീനിയായ കാര്യങ്ങൾ നടക്കാനും ദീനിയായ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ദുനിയാവ് ഉണ്ടാവും. അതല്ല, മറിച്ച് ഒരു മനുഷ്യന്റെ ജീവിതമായിട്ട്, അവന്റെ സുഖജീവിതമായിട്ട് ബന്ധപ്പെട്ടുള്ള ദുനിയാവിയായ കാര്യങ്ങളുണ്ടല്ലോ, ഐഹികമായ വിഷയത്തിൽ മാത്രം ഊന്നി നിന്നുകൊണ്ടുള്ള സംഗതികൾ, അതൊഴിച്ച് അത്തരം ചിന്തകൾ കൽബിലേക്ക് വന്നാൽ പോലും ആ നോമ്പ് മുറിഞ്ഞു പോകും. ഏത് ഈ ദീനിന് വേണ്ടിയിട്ടുള്ള ദുനിയാവ് മിൻസാദിൽ ആഖിറ, അതുകൂടി ആഖിറത്തിലേക്കുള്ള സാദായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതാണ് എന്നാണ്. അതുകൂടി ആഖിറത്തിലേക്കുള്ള സാദാണ്. വലൈസമിന ദുനിയാവ്, ദുനിയാവിലേക്കുള്ളത് എന്ന് പറഞ്ഞോളൂ. കാരണം ദീന് നടക്കണം എന്നുണ്ടെങ്കിലും ദുനിയാവ് ചിലത് വേണ്ടി വരും. ഒരാൾക്ക് ഖുർആൻ ഓതണം, ഖുർആൻ ഓതാനുള്ള സാഹചര്യങ്ങള് ചിലപ്പോ ദുന്യവിയായിട്ട് രൂപപ്പെടേണ്ടി വരും. നിസ്കരിക്കണം, സ്വസ്ഥമായിട്ട് നിസ്കരിക്കണം, എഴുത്തിക്കാത്തിരിക്കണം, അതേപോലെ ദീനീ ദഅവത്ത് നടത്തണം, ഇൽമു നശ്ർ ചെയ്യണം. ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇതൊന്നും യഥാർത്ഥത്തിൽ നമുക്ക് ദുന്യവിയായ സംഗതികളിലൂടെ അല്ലാതെ നടക്കൂലല്ലോ. അപ്പോ ദീനുമായി ബന്ധപ്പെട്ട ദുനിയാവൊഴിച്ച് അത് യഥാർത്ഥത്തിൽ ആഖിറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതല്ലാത്ത ദുന്യവിയായ എല്ലാ ആലോചനകളിൽ നിന്നും
ചിന്തകളിൽ നിന്നും തന്റെ കൽബിനെ നിയന്ത്രിക്കുക എന്നതാണ് ഹുസൂസിന്റെ നോമ്പ് എന്ന് പറയും. ഇത്തരക്കാരുടെ നോമ്പ് യഥാർത്ഥത്തിൽ അതല്ലാത്ത ഒരു ചിന്ത കൽബിലേക്ക് കൂടെ തന്നെ മുറിഞ്ഞു പോകുന്ന, എത്രത്തോളം ഹത്താകാല അർബാബുൽ ഖുലൂബ് ഈ ആന്തരിക ചൈതന്യൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ള ആത്മജ്ഞാനികളായ ആളുകൾ പറഞ്ഞത്, മൻ തഹറക്കത്ത് ഹിമ്മത്തുഹു, ഒരാളുടെ മനസ്സിന്റെ ചിന്ത ഇങ്ങനെ പാഞ്ഞു നടന്നു, ബിത്തസ്റുഫി ഫീ നഹാരിഹി, തന്റെ പകൽ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള പണികളും കൈകാര്യങ്ങളൊക്കെ നടത്തണം, ലി തദ്ബീരി മാ യുഫ്തിറു അലൈഹി, നോമ്പ് തുറക്കാൻ ആവശ്യമായ മുറിക്കാൻ ആവശ്യമായ കാര്യങ്ങളെ എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പൊ അങ്ങനെ നോമ്പ് നോറ്റുകൊണ്ടിരിക്കുന്ന ഒരാള് ഇനിയിപ്പോ നോമ്പ് തുറക്കുക എന്താ ചെയ്യുക എന്ന് അവൻ പകൽ സമയത്ത് ആലോചിക്കുന്നത് പോലും യഥാർത്ഥത്തിൽ ദുന്യവിയ, അങ്ങനെ ആലോചിച്ചാൽ പോലും കുത്തിബത്ത് അലൈഹി ഖത്വീഅത്തുൻ, ഈ ദറജയിൽപ്പെട്ട ആളുകളുടെ കാര്യത്തിൽ അതൊരു തെറ്റാണ് എന്ന് കണക്കാക്കപ്പെടും. കാരണം ഫൈനദാലികമിൻ ഖില്ലത്തിൽ വുസൂഖി ബിഫദ്ലില്ലാഹി അസ്സ വജല്ല വഖില്ലത്തിൽ യഖീനി ബിറിസ്ഖിഹിൽ മൗഊദ്. നോക്കൂ, ഞാനിപ്പോ ഒരാളിപ്പോ ഒറ്റപ്പെട്ട സ്ഥലത്ത് എത്തിപ്പെട്ടു, അവിടെ ആരും ഇല്ല. അപ്പോൾ ഇനിയിപ്പോ നോമ്പ് തുറക്കാൻ എന്താ ചെയ്യുക, സമയം ഇപ്പൊ കുറച്ചായി, നോമ്പ് തുറക്കാൻ പെടുന്ന ഭക്ഷണം കിട്ടുക, വെള്ളം കിട്ടുക എന്ന ചിന്തയിലേക്ക് അവന്റെ കൽബ് പോയാല് അതുപോലും യഥാർത്ഥത്തിൽ പിന്നെ ഈ അവന്റെ അള്ളാഹു എന്ന, അതായത് ദിക്റുല്ലാഹി എന്ന ബിത്തഫക്കുരി ഫീമാ സിവല്ലാഹ്, അള്ളാഹു അല്ലാത്തതിനെ കുറിച്ചുള്ള ചിന്ത കൊണ്ട് മുറിയെന്ന് പറഞ്ഞല്ലോ. അപ്പോ അള്ളാഹു അല്ലാത്ത ചിന്ത അവന്റെ കൽബിലേക്ക് വന്നു എന്നതാണ് അതിന്റെ അർത്ഥം. കാരണം എന്താ, ഈ തരത്തിലുള്ള ആളുകൾ എവിടെ എത്തിപ്പെട്ടാലും അള്ളാഹു അവനെ കാണുന്നുണ്ട്. ഞാൻ നോമ്പുകാരനാണ്, എനിക്ക് നോമ്പ് തുറക്കാൻ സമയത്ത് ഭക്ഷണം വേണോ വേണ്ടേ, വെള്ളം കിട്ടണോ കിട്ടണ്ടേ എന്നതൊക്കെ അള്ളാഹുവിന്റെ അധികാരത്തിൽപ്പെട്ടതാണ്. അത് അള്ളാഹു തആല തീരുമാനിച്ചൊരു സംഗതിയാണ്. ഇന്നല്ലാഹു റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ, റസ്സാഖും ദുൽ ഖുവ്വത്തിൽ മതീനും ആയിട്ടുള്ള അള്ളാഹു, ആ അള്ളാഹു ആണല്ലോ നോമ്പ് തുറക്കാനും അല്ലാത്തതുമായിട്ടുള്ള ഭക്ഷണങ്ങളെല്ലാം എന്റെ കാര്യത്തിൽ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് റിസ്ക് അള്ളാഹു നൽകുമെന്ന് നേരത്തെ അള്ളാഹു ഏറ്റെടുത്തതാണല്ലോ. ആ അള്ളാഹു അവൻ റിസ്ക് തീരുമാനിച്ചിട്ടുണ്ടാവും എന്ന് വെച്ച് പൂർണ്ണമായിട്ടും അതിൽ തവക്കുൽ ചെയ്ത് ജീവിക്കേണ്ട മർത്തബയിൽപ്പെട്ട ഒരാളാണിവൻ. അങ്ങനത്തെ ഒരാള് നോമ്പ് തുറക്കാൻ വെള്ളപ്പം എവിടുന്ന കിട്ടുക, തണുത്ത വെള്ളം എവിടുന്ന കിട്ടുക, അല്ലെങ്കിൽ ഇപ്പൊ ഒരു എന്തെങ്കിലും വിശപ്പുണ്ട്, ആ വിശപ്പ് സഹിക്കാൻ മാത്രമുള്ള ഭക്ഷണം എവിടുന്ന കിട്ടുക എന്ന ചിന്ത പോലും പകൽ സമയത്ത് അവന്റെ കൽബിലേക്ക് വരുന്നത് യഥാർത്ഥത്തിൽ ഈ ദർജക്കാരുടെ, ഇത്തരം ഒരു പദവിയിലുള്ള ആളുകളുടെ പദവിക്ക് കോട്ടം വരുത്തും എന്നാണ് ആരിഫീങ്ങൾ, ആത്മജ്ഞാനികളായ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. നോക്കൂ, അപ്പൊ ചുരുക്കി പറഞ്ഞാല് അള്ളാഹു എന്ന ചിന്തയല്ലാത്ത മറ്റൊരു ചിന്തയും കൽബിലേക്ക് വരാതെ കൽബിന് പോലും ഇംസാക്ക്, ലോക്കിടുക എന്നുള്ളതാണ്. അവയവങ്ങൾക്ക് ലോക്കിടുക എന്നുള്ളത് മാത്രമല്ല, ഹൃദയങ്ങൾക്കടക്കം ലോക്കിടുക എന്നതാണ് ഹുസൂസിന്റെ നോമ്പിന്റെ അടയാളം എന്ന് പറയുന്നത്. എന്നിട്ട് പറയാം വഹാദിഹി, എന്നാൽ ഈ ദറജ റുതുബത്തുൽ അംബിയാഇ വസ്സുദ്ദീഖീന വൽ മുഖറബീൻ, അംബിയാ, സുദ്ദീഖീകൾ, മുഖറബീങ്ങൾ, അതായത് അംബിയാക്കളുടെ അനന്തരാവകാശികളായിട്ടുള്ള വളരെ അള്ളാഹുവായിട്ട് വളരെ അടുത്തിട്ടുള്ള സുദ്ദീഖീങ്ങളുടെ പദവിയിൽപ്പെട്ട ആളുകൾ, ഇവർക്ക് മാത്രമേ ഇത്തരം ഒരു നോമ്പിന് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊന്നും വാക്കുകൊണ്ട് പെരുപ്പിച്ച് വിശദീകരിക്കേണ്ട ഒരു സംഗതിയല്ല. ഇത്തരം ഒരു സംഗതി ഒരാള് തന്റെ ജീവിതത്തിലൂടെ ഒന്നും പറഞ്ഞ് വലുതാക്കുക അല്ലെങ്കിൽ പറഞ്ഞ് അലങ്കാരം ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാളേറെ ഇതൊക്കെ ചെയ്യാനുള്ള ഒരു അമലിലേക്ക് വരിക എന്നുള്ളതിനെ കുറിച്ചുള്ളൂ. അതുകൊണ്ട് ഇത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഈ ചർച്ചകളിലേക്ക് പോലും പോകുന്നതിന് കാരണം ഈ ഇത്തരക്കാരുടെ നോമ്പുണ്ടല്ലോ, അത്
ആ നോമ്പൊന്നും ഇപ്പൊ നമ്മളങ്ങനെ വാക്കുകൊണ്ട് പറഞ്ഞിട്ട് നമുക്കത് പൂർത്തിയാവില്ല. പക്ഷെ ഇത് പരിചയപ്പെടണം. അതേ സ്ഥാനത്ത് ഫൈനഹു, ഈ നോമ്പ് ഇഖ്ബാലുൽ കുല്ലിൽ ഹിമ്മത്തി അലല്ലാഹ്, പൂർണ്ണമായിട്ടും തന്റെ എല്ലാ ആലോചനകളും തന്റെ എല്ലാ ചിന്തകളും മനസ്സിന്റെ മുഴുവൻ സ്പന്ദനങ്ങളും അള്ളാഹുവിലേക്ക് തിരിക്കുകയും അതല്ലാത്തതിനെ തൊട്ട് ഒഴിവാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ഖൗലുണ്ട്, ഇതായിരിക്കണം നിന്റെ കൽബിന്റെ ഭക്ഷണം. അല്ലാഹ്, ഇതായിരിക്കണം നിന്റെ കൽബിന്റെ ഭക്ഷണം. നാവിന്റെ ഭക്ഷണം, വയറിന്റെ ഭക്ഷണം, നിന്റെ കൽബിന്റെ ഭക്ഷണം അതാണ്. അപ്പൊ അല്ലാഹ് എന്നതിന്റെ അപ്പുറത്തേക്ക് നിന്റെ കൽബ് പോകാതെ അല്ലാത്തവരൊക്കെ അവർ പാട്ടിന് വിടും, നീ ഈ വഴിയിലേക്ക് വരൂ എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചല്ലോ. ആ ഒരു ദർജയിലാണ് യഥാർത്ഥത്തിൽ അത്തരക്കാരുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ അത് നമ്മൾ പരിചയപ്പെടുകയാണ്, നമ്മളത് അറിയുകയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ കർമ്മങ്ങളെ കൊണ്ട് ആണ് ഈ വീര്യം സാധിച്ചെടുക്കേണ്ടത് എന്ന് പറയും. ഇനി നമ്മള് പറഞ്ഞ് പഠിച്ച് വിശദീകരിച്ച് പാലിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സൗമുൽ ഉമൂമിൽ നിന്ന് സൗമുൽ ഖുസൂസിലേക്ക് എത്തുന്നതിനെ കുറിച്ചാണ്. സൗമുൽ ഉമൂം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ നോമ്പാണ്. അതായത് വയറിന്റെയും ബത്തിന്റെയും ഫർജിന്റെയും ശഹ്വത്ത്, ഭോജനം, ഭോഗം എന്ന് പറയുന്ന ഈ രണ്ട് സംഗതികളുണ്ടല്ലോ, ഇതിൽ മാത്രം അതിൽ തടയിട്ട് അതിൽ മാത്രം ലോക്കിട്ടുകൊണ്ടാണ് നമ്മുടെയൊക്കെ നോമ്പ് എന്ന് പറയുന്നത്. തൊള്ളയിലെന്നാലും ചീത്ത പറയാനും പരിഹസിക്കാനും നുണ പറയാനും ദൈവത്തിന് അമീമത്തടക്കേണ്ട സംഗതികൾ നാവിലേക്ക് പാഞ്ഞു കയറുമ്പോൾ അതൊക്കെ നാവിലൂടെ ഇങ്ങനെ കുടഞ്ഞു തെറിപ്പിക്കാനും നാവിൽ നിന്ന് ചാടാനൊന്നും നമുക്ക് നിയന്ത്രണങ്ങളില്ലെങ്കിൽ നമ്മളെപ്പോഴും എവിടെയാണുള്ളത്? സാധാരണക്കാരുടെ നോമ്പിനാണുള്ളത്, ഉൾമൂമിന്റെ നോമ്പിനാണുള്ളത്. ഈ ഉൾമൂമിന്റെ നോമ്പും ഖുസൂസിന്റെ നോമ്പും വെച്ച് അള്ളാഹുവിന്റെ അടുക്കൽ പദവിയിലും പ്രതിഫലത്തിലും വലിയ വ്യത്യാസമുണ്ടെന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ നാവ് കൊണ്ടുള്ള അശ്ലീലവും അസഭ്യങ്ങളുമായിട്ടുള്ള സംസാരങ്ങള്, കണ്ണുകൊണ്ടുള്ള ശരീരം കൊണ്ടുള്ള നമ്മുടെ മോശമായ പ്രവർത്തനങ്ങൾ, വെറുക്കപ്പെട്ട മുങ്കറാത്തായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കൊന്നും യാതൊരു തരത്തിലുള്ള തടയിടാതെ ഒരു ഇംസാക്കും ഒരു ലോക്കും ഇല്ലാതെയാണ് ഒരാൾ നോമ്പെടുക്കുന്നതെങ്കിൽ ആ നോമ്പുകാരനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അള്ളാഹുവിന്റെ ഹിക്കായത്തായിട്ടുള്ള ഹദീസിൽ പറഞ്ഞത് പിന്നെ അള്ളാഹുവിന് ആ നോമ്പ് ആവശ്യമില്ല എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഫലൈസലില്ലാഹി ഹാജ. അപ്പൊ നമ്മൾ സൗമുൽ ഉമൂമിൽ നിന്ന് സൗമുൽ ഖുസൂസിലേക്ക് വരാനുള്ള പണിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന്റെ പണിയെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ ഒറ്റവാക്കിൽ പറയാണ്. നോക്കൂ, അമ്മാ സൗമുൽ ഖുസൂസി വഹുവ സൗമുസ് സ്വാലിഹീൻ, സജ്ജനങ്ങളുടെ നോമ്പാണ് ഖുസൂസിന്റെ നോമ്പ് എന്ന് പറയുന്നത്. അത് ഫഹുവ കഫുൽ ജവാരിഹി അനിൽ ആസാമി, തെറ്റുകളിൽ നിന്ന് കുറ്റങ്ങളിൽ നിന്ന് അവയവങ്ങളെ കൂടി നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ബത്തുലിനെയും ഫർജിനെയും മാത്രം നിയന്ത്രിച്ച് പോരാ, അവയവങ്ങളെ കൂടി നിയന്ത്രിക്കുക എന്നുള്ളതാണ്. 6 കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സാധ്യമാണെന്നാണ്. എളുപ്പമാണ്. എളുപ്പം എന്ന് പറഞ്ഞാല് ചെറിയൊരു അള്ളാഹുവിലേക്കുള്ള ഒരു ഇഖ്ബാല്. ഇത്രയും കാലം ഈ സമയം ഞാൻ ഇപ്പൊ ചൂടേറിയ സമയമാണ്, ക്ഷീണമുള്ള സമയമാണ്, മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ക്ഷീണിച്ചു നിൽക്കുന്ന ഒരാള് അള്ളാഹുവിന് വേണ്ടിയിട്ട് പകൽ സമയത്ത് നോമ്പെടുക്കുന്ന ഒരു ഘട്ടത്തിൽ അള്ളാഹുവിന് വേണ്ടി നോമ്പെടുക്കുമ്പോൾ ഞാൻ ഹറാമ് സംസാരിക്കുന്നതും ഹറാമ് കാണുന്നതും ഹറാമ് കേൾക്കുന്നതും എന്റെ നോമ്പിന്റെ മൂല്യം നഷ്ടപ്പെടുത്തും. മാത്രമല്ല ഞാൻ പട്ടിണി കിടന്നത് മാത്രമാണ് ബാക്കിയുണ്ടാകുക. അവൻ വെള്ളവും അന്നവും പാനീയങ്ങളും അന്നപാനീയങ്ങളും ഒഴിവാക്കുക എന്നുള്ളതല്ലാതെ അവന്റെ നോമ്പ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന് ആവശ്യമില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ നോമ്പ് സ്വാലിഹീങ്ങളുടെ നോമ്പിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. ആ സ്വാലിഹീങ്ങളുടെ നോമ്പിലേക്ക് എത്താനും യഥാർത്ഥത്തിൽ 6 കാര്യങ്ങൾ വളരെ ആവശ്യമാണ്. 6 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സാധ്യല്ല എന്ന് നമ്മൾ ആരും വിചാരിക്കാൻ പാടില്ല. കാരണം നുണ പറയാൻ ഒരു കാലത്തും നുണ പറയാൻ പാടില്ല.
ഒരു കാലത്തും ഹറാമിലേക്ക് നോക്കാൻ പാടില്ല. പക്ഷെ ഈ നോമ്പ് കാലത്തെങ്കിലും അതിന് കുറച്ചുകൂടി നമ്മൾ നോക്കാൻ പാടില്ല, ചെയ്യാൻ പാടില്ല, കാണാൻ പാടില്ല എന്നുള്ളതിൽ കുറച്ചുകൂടി ഒരു ശക്തമായ നിയന്ത്രണം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് എന്ന് നമ്മൾ നമ്മുടെ നഫ്സിനോട് ചോദിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ 6 കാര്യങ്ങളെ കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഉമൂമിന്റെ നോമ്പിൽ നിന്ന് സ്വാലിഹീങ്ങളുടെ നോമ്പാകുന്ന ഹുസൂസിന്റെ നോമ്പിലേക്ക് എത്താൻ സാധിക്കണം. അത് കഴിയും. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് 6 കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പറയണം. അല്ലാഹു തആല പറയുന്നതും കേൾക്കുന്നതും സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. ربنا تقبل منا انك انت السميع العليم. اللهم احفظنا واحفظ بلادنا وبلاد المؤمنين من الامراض المعديه والمخوفه. اللهم ارفع عنا وعنهم ما نزل بنا وبهم يا خير الحافظين. ربنا تقبل منا انك